C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹലോ, ആദ്യം നീ ആരാണെന്ന് പറ. ഞാൻ കല്യാണ പയ്യന്റെ ഫ്രണ്ട്. ഈ കാര്യം നീ മറ്റാരോടെങ്കിലും ചെന്ന് പറ, എന്നോട് വേണ്ട. നീ ആ കല്യാണ പയ്യനെ എങ്ങനെയാ മാനേജ് ചെയ്തത്? ഞാൻ എങ്ങനെ മാനേജ് ചെയ്തൊന്നല്ല, വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് വിധേനയും വന്നിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണിക്കുകയും ചെയ്യും. ഒളിമ്പിക്സിന് മെഡൽ വാങ്ങിയതുപോലത്തെ ഫീൽ ആണല്ലോ. അതിനേക്കാൾ ഒരുപാട് മുകളിൽ തന്നെയാ നീ. അതൊക്കെ പോട്ടെ, അല്ല നിന്റെ അച്ഛനെപ്പോഴാ വരുന്നേ? നീ നമ്മുടെ കാര്യം എപ്പോഴാ അവതരിപ്പിക്കാൻ പോകുന്നത്? അയ്യോ, നാളെ വരുന്നുണ്ട് മോനെ, നാളെ തന്നെ പറഞ്ഞേക്കാം. ആദ്യം നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക് പ്ലീസ്. നീ ഒന്ന് പുറത്തേക്ക് പോ പ്ലീസ്. ഒരു കാര്യം ചെയ്യാം. എന്താ? നിന്റെ അച്ഛൻ വരുന്നതിന് മുന്നേ നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും അങ്ങ് അറിയിച്ചാലെന്താ? അമർ, നീ എന്താ ഈ പറയുന്നേ? ആരെങ്കിലും കണ്ട? പ്ലീസ് ഇവിടുന്ന് പോകാൻ നോക്ക് പ്ലീസ് പ്ലീസ്. രാധിക, പോ അമർ. ഈ വട്ടൻ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നെ? ഹലോ മിസ്റ്റർ, നിങ്ങളെ തന്നെ അനിയ, ഒന്നെങ്കിൽ വന്നേ. ഓക്കെ മിസ് പാവാടക്കാരി. അവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ? എന്റെ ഭാവി ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരി, കുറച്ച് പായസം എടുത്ത് രുചിച്ചു നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് പറഞ്ഞു തരാവോ? ഞാനെന്തിനാ പായസം രുചിച്ചു നോക്കുന്നേ? ചെറുക്കന്റെ വീട്ടുകാർ തന്നെയാണല്ലോ നോക്കേണ്ടത്. അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ സത്യം ശരിയായില്ല, ഇത് ശരിയായില്ല, അത് ശരിയായില്ല, നാളെ നിങ്ങൾ ഉറപ്പായിട്ട് പറയും. രുചിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമായി. എന്നാ ശരി, നീ പറഞ്ഞല്ലേ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിടിക്കേ അങ്കിൾ, പായസം കൊടുത്തേ. ഇപ്പൊ തരാം. ഇങ്ങ തന്നേക്കൂ. കൈയൊന്ന് നീട്ടിക്കേ. അയ്യോ എന്റെ അമ്മേ, എന്റെ കൈ പൊള്ളി നാശമായി. അയ്യോ, എന്റെ കൈ പൊള്ളി. സർ, കൈ പൊള്ളിയോ ഇല്ലയോന്ന് ഞാൻ ചോദിച്ചില്ല. സ്വാദും മധുരവും ഒക്കെ കറക്റ്റ് ആണോന്ന് ഞാൻ ചോദിച്ചുള്ളൂ. നീ കൊള്ളാലോ, ഭയങ്കര സാധനം തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.